നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ മെക്സിക്കോയോട് പോർച്ചുഗൽ സമനിലയിൽ പിരിഞ്ഞു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് നമുക്ക് നടന്നത്. മെക്സിക്കോയിൽ ഇന്നലത്തെ ഡേറ്റിനാണ് കളി. ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല. CR7 ഇല്ലാതെ ഇറങ്ങിയ പോർച്ചുഗലിന് ഒരു ഗോൾ പോലും അടിക്കാനും പറ്റിയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് സംസാരിക്കുന്നുണ്ട്. കളിക്ക് മുമ്പ് പറഞ്ഞതാണ്, അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിഞ്ഞ കളിയാണിപ്പോൾ കടന്നുപോയത്. ക്രിസ്ത്യാനോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ദർ ഈസ് ഓൺലി വൺ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ മാത്രം ചരിത്രമല്ല തിരുത്തിയത്, പക്ഷേ ഫുട്ബോളിൻ്റെ മൊത്തം ചരിത്രമാണ് അദ്ദേഹം തിരുത്തിയത്. അങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക് ഐക്കൺ നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടാകുമ്പോൾ അയാളുടെ ID കാർഡ് നോക്കിയല്ല, എത്ര പ്രായമായി നോക്കാൻ വേണ്ടി അയാളുടെ ID കാർഡ് നോക്കിയല്ല വേണ്ടത്. അദ്ദേഹം കളിക്കളത്തിൽ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം ഈ ഗ്രൂപ്പിൽ എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രായം 41 ആയില്ലേ, ഇനിയിപ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ച് പോകണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണത്. വീണ്ടും പലരും ചോദിക്കുന്നുണ്ട്, ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ, 41കാരനായ ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ ടീം കുറച്ചുകൂടി നല്ല പ്രകടനം നടത്തില്ലേ, ഡൈനാമിക് പ്രകടനം നടത്തില്ലേ വിത്തൗട്ട് ദി വെറ്ററൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു എലൈറ്റ് പ്ലെയറെ നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത് അയാളുടെ ടാലൻറ്റ് മാത്രം വെച്ചിട്ടല്ല, മറിച്ച് അയാളുടെ മെൻറ്റാലിറ്റിയും റെസിലിയൻസും കൂടി വെച്ചിട്ടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വിജയിക്കണമെന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് അധികം താരങ്ങളിലൊന്നും എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ആ പഴയ വിങ്ങറല്ല. 40 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ അദ്ദേഹം പഴയ വിങ്ങറല്ല, മറിച്ച് അദ്ദേഹം ഒരു നമ്പർ 9 ആണ്. വെറും നമ്പർ 9 അല്ല, ഹയസ്റ്റ് ലെവലിലുള്ള നമ്പർ 9 ആണ്. ഒരു പ്രിഡേറ്ററാണ്. കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുന്ന ഒരു പ്രിഡേറ്ററാണ്. കളിക്കളത്തിൽ ബോക്സിൽ, പെനാൽറ്റി ബോക്സിൽ ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കുന്ന താരം. അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് മിഡ്ഫീൽഡേഴ്സിനും മറ്റുമൊക്കെ ഗുണം ചെയ്യും. കാരണം അദ്ദേഹം മാർക്കിങ്ങിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്നുകൂടി കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയെ എന്തുകൊണ്ട് ഈ മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ കളിപ്പിച്ചില്ല, അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര പ്രശ്നമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി, യഥാർത്ഥത്തിൽ അതൊരു പ്രിവെൻറ്റീവ് ഡിസിഷനാണ്, ഒരു കോഷൻ എന്ന രൂപത്തിൽ നമ്മൾ എടുത്തതാണ്. ചെറിയ ഡിസ്കംഫർട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ആംസ്ട്രിങ്ങിനുള്ളൂ. അപ്പോൾ ഒരു ഫ്രണ്ട്ലി മത്സരത്തിന് അദ്ദേഹത്തെ കളിപ്പിച്ച് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഓൾറെഡി അദ്ദേഹം റിക്കവറിയൊക്കെ കഴിഞ്ഞ് 100% ഫിറ്റായി മാറിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ജൂണിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പരിപൂർണമാണ്. എപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്, ദേശീയ ടീമിന് എന്നെ എപ്പോൾ ആവശ്യമുണ്ടോ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ടീമിൽ CR7 ആ ഒരു ഇമ്പോർട്ടൻസ്, ഇപ്പോൾ കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള ടീമുകൾ ഒക്കെയുള്ള ഒരു ഗ്രൂപ്പിലാണ് പോർച്ചുഗലിന് കളിക്കാനുള്ളത്. അപ്പോൾ വേൾഡ് കപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകും, CR7 പ്രാധാന്യം എന്താണ് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, ഞങ്ങൾക്കൊരു ബാലൻസ്ഡ് സ്ക്വാഡാണുള്ളത്. വളരെ യങ് ടാലൻസ്, ജാവോ നവസും റാഫേൽ ലിയാവോയും ഒക്കെ ഉണ്ട്. എന്നാൽ ക്രിസ്ത്യാനോയെ പോലുള്ള വെറ്ററൻ്റെ ലീഡർഷിപ്പും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഹൈ പ്രഷർ ടൂർണമെൻറ്റുകളിൽ നമുക്ക് നൽകും എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. റോബർട്ടോ മാർട്ടിനസ് കളിക്ക് മുമ്പ് പറഞ്ഞ ഈ വാക്കുകളൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കളിയാണ് ഇന്ന് പുലർച്ചെ നടന്നത്. പോർച്ചുഗലിന് CR7 ഇല്ലെങ്കിൽ വിജയിക്കുക, ഗോളടിക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞ കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.